പ്രകൃതിയുടെ വികൃതി ഒരു പൊടിക്ക് കുറഞ്ഞെന്നാ തോന്നുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ്. ഇന്നലെ മുതൽ നമ്മുടെ അപ്പുണ്ണിയുടെ സ്കൂളൊക്കെ തുറന്നിട്ടോ. പക്ഷെ നമ്മൾ ഇന്നലെ അപ്പുണ്ണിനെ സ്കൂളിലേക്കൊന്നും വിട്ടില്ല. ഒന്നും കൂടെ മഴ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടോ. എന്താ സ്ഥിതി എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇന്നലെയും വെയിലായിരുന്നു, ഇന്നും നല്ല വെയിലുണ്ട്. പിന്നെ ബാഗിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പുണ്ണി പല്ലെല്ലാം തേച്ചിട്ട് അമ്മ അവനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് യൂണിഫോം എല്ലാം അയൺ ചെയ്തു. പിന്നെ അപ്പുണ്ണിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവാണ്. ദോശയും നല്ല ചെറുപയറ് കറിയായിരുന്നു. പിന്നെ കാപ്പി എടുത്തിട്ടോ. കാപ്പി അവൻ കുടിച്ചില്ല, അവൻ വെള്ളമാണ് കുടിച്ചത്. പിന്നെ നമ്മൾ സ്നാക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. സ്നാക്സും ആക്കി, അതുപോലെ തന്നെ അവന് ചൂട് വെള്ളമാണ് നമ്മൾ എപ്പോഴും ആക്കി കൊടുക്കാറ്. അവന് ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചൂട് വെള്ളമാണ് ആക്കി കൊടുക്കാറ്. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ മടിയൊക്കെ ഉണ്ട് മുഖത്ത്. കുറച്ച് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ നമ്മുടെ അപ്പുണ്ണിക്ക് ഓരോരോ സംശയങ്ങളായിരുന്നു. എന്തിനാണ് അമ്മ ഇത്രയും ലീവ്, എന്താണ് അമ്മ എനിക്ക് കാർട്ടൂൺ വെച്ച് തരാണ്ട് ന്യൂസ് എപ്പോഴും കാണുന്നത്, അങ്ങനത്തെ ഓരോരോ ചോദ്യങ്ങൾ. നമ്മുടെ നാട്ടിൽ നടന്ന ആ വലിയ ദുരന്തത്തെക്കുറിച്ച് അവനോട് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എന്താ അമ്മ ആരെയും ദൈവം രക്ഷിക്കാഞ്ഞെന്ന്. ആ ചോദ്യത്തിന് എനിക്ക് അവന് കൊടുക്കാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി സ്കൂളിലേക്ക് പോയിട്ടോ. ഇന്നത്തെ വീഡിയോ വിശേഷത്തോട് പുതിയ വീഡിയോ ആയിട്ട് കാണാൻ